ഹായ് ഫ്രണ്ട്സ്, ഇഫെക്സ്ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലൂടെ ഞാൻ നിതിനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു ഹെൽപ്പിംഗ് ടിപ്പാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്റർ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമേഴ്സ് അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഇവർക്കുള്ള ചെറിയൊരു ഹെൽപ്പിംഗ് ടിപ്പാണ്. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ന് ഇൻഡസ്ട്രിയിൽ കൂടുതലായിട്ട് IT ഇൻഡസ്ട്രിയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എഡിറ്ററായിട്ടാണ് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്റർ കാണപ്പെടുന്നത്. മാത്രമല്ല, നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്ററിനാണ്. ഓക്കെ, അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, മറ്റ് ഇതര എഡിറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്ററിൻ്റെ ഒരു ലാംഗ്വേജ് സപ്പോർട്ട്, അതിൻ്റെ അത്രയും എക്സ്റ്റെൻസിബിൾ ആയിട്ടുള്ള പ്ലഗിൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ സപ്പോർട്ടാണ് കൂടുതലായിട്ട് ഇതിന് കാരണം. ഓക്കെ, അപ്പോൾ ആസ് എ പ്രോഗ്രാമർ അല്ലെങ്കിൽ ആസ് എ ട്രെയിനർ എന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചെറിയൊരു പ്രോബ്ലമാണ് നമ്മളെങ്ങനെയാണ് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമ്മുടെ പ്രൊജക്റ്റുകൾ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഉള്ള ഏതൊക്കെ രീതിയിലാണ് നമുക്കിത് ഒരു പ്രൊജക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ടെക്നിക്കൽ ടിപ്പ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ടിപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഇവിടെ ഏറ്റവും താഴെ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ VIS ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതുകൊണ്ട് ഫസ്റ്റ് വണ്ണായിട്ട് തന്നെ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് മാത്രമേ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ, ഒരു പ്രോഗ്രാമിംഗ് ടേമായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ VIS കോഡ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും അവസാനത്തോട്ട് ഏറ്റവും റീസെൻ്റ്ലി ആയിട്ട് ഓപ്പൺ ചെയ്ത കോഡാണ് നമുക്ക് ആ ഒരു പ്രൊജക്റ്റാണ് ഇവിടെ കാണിക്കുക. അതാണ് നമുക്ക് ഏറ്റവും ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഓപ്പറേറ്റ് ചെയ്ത ആ ഒരു പ്രൊജക്റ്റിൻ്റെ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രൊജക്റ്റ് 1 എന്നാണ്. ഓക്കെ, പ്രൊജക്റ്റ് 1 എന്നാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ എൻ്റെ സിസ്റ്റത്തിൽ തന്നെ എനിക്ക് പ്രൊജക്റ്റ് 2 എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊജക്റ്റ് 2 ആണ് വേണ്ടതെങ്കിൽ ഓപ്പൺ കൊടുക്കുക, ഫയൽ ഓപ്പൺ ഫോൾഡർ. ഓക്കെ, എത്രാമത്തെ ആയിട്ടാണ് വരിക? 1 2 3 4 5 അഞ്ചാമത്തെ മെനു ആയിട്ട് നമുക്ക് ഓപ്പൺ ഫോൾഡർ കാണാൻ പറ്റും. ഓപ്പൺ ഫോൾഡർ കൊടുത്തതിന് ശേഷം ഞാനിവിടെ എൻ്റെ ഫോൾഡർ കീപ്പ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ദിസ് പി സിയിൽ ലോക്കൽ ഡിസ്ക് C. അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രൊജക്റ്റ് 2, ഇപ്പോൾ നമ്മൾ ഏതാണ് പ്രൊജക്റ്റ് എടുത്തിരിക്കുന്നത്? പ്രൊജക്റ്റ് ഓക്കെ, ഓൾറെഡി 2 ആണുള്ളത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഏതാ? പ്രൊജക്റ്റ് 1 ആണല്ലേ. അപ്പോൾ പ്രൊജക്റ്റ് 1 സെലക്ട് ചെയ്യുക, സെലക്ട് ഫോൾഡർ. ഇപ്പോൾ പ്രൊജക്റ്റ് 1 ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഓക്കെ, ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എടുക്കാം VS കോഡ് VIS, സെർച്ചിൽ VIS. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് വീണ്ടും ഓപ്പണായി. നേരത്തെ നമ്മൾ എടുത്തപ്പോഴും പ്രൊജക്റ്റ് 2 ആയിരുന്നു വന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് 1 ആണ് വന്നിരിക്കുന്നത്. എനിക്ക് പ്രൊജക്റ്റ് 2 വേണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഫയൽ ഓപ്പൺ ഫോൾഡർ, ഫയലിൽ ഓപ്പൺ ഫോൾഡർ എടുക്കുക. ഓപ്പൺ ഫോൾഡർ എടുത്തതിന് ശേഷം ദിസ് PC ലോക്കൽ ഡിസ്ക് C, പ്രൊജക്റ്റ് 2 സെലക്ട് ഫോൾഡർ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് 2 എന്നുള്ള ഫോൾഡർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ അവരുടെ ഫോൾഡറിൽ തന്നെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവിടെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അവരുടേതൊക്കെ ഫോൾഡറിലേക്കായിരിക്കും ഡിഫോൾട്ട് ഇത് ഓപ്പണായി വന്നിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കാതെ ചെയ്യുന്ന സമയത്ത്, മീൻസ് നമ്മുടെ പ്രൊജക്റ്റൊന്നും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതാണ് സ്റ്റുഡൻസിനുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോൾഡറിൽ തന്നെ ഓപ്പൺ ചെയ്തെടുക്കുക? ഒന്നുകിൽ ഞാനിപ്പോൾ കാണിച്ച രീതി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു രീതി കുറച്ചുകൂടെ ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതൊക്കെ ക്ലോസ് ചെയ്യാം. ശേഷം ദിസ് പി സിയിലാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്, മീൻസ് എൻ്റെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് PC ലോക്കൽ ഡിസ്ക് സിയിൽ പ്രൊജക്റ്റ് 2 അല്ലെങ്കിൽ പ്രൊജക്റ്റ് 1, നമ്മുടെ പ്രൊജക്റ്റ് ഏതാണോ പ്രൊജക്റ്റ് എടുക്കുക. പ്രൊജക്റ്റ് എടുത്തതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് കാണാമല്ലോ, നമ്മുടെ അഡ്രസ് ബാർ കാണാമല്ലോ. അഡ്രസ് ബാർ അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ ബാർ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം CMD കമാൻഡ് പ്രോംപ്റ്റ്, നമുക്കറിയാം കമാൻഡ് പ്രോംപ്റ്റ് ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ CMD
CMD എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ ഈ വന്നിരിക്കുന്ന കമാൻഡ് പ്രോംപ്റ്റിൽ പ്രൊജക്റ്റ് 1 എന്നുള്ള ഡയറക്ടറിയിലേക്കാണ് ഇപ്പോൾ നമുക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആണല്ലോ, പ്രൊജക്റ്റ് 1ലേക്കാണ് നമ്മളിപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ട കോഡ് എന്ന് പറയുന്നത് കോഡ് സ്പേസ് ഡോട്ട്. ഡോട്ട് മീൻസ് ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, കോഡ് സ്പേസ് ഡോട്ട്. കോഡ് സ്പേസ് ഡോട്ട് കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഡയറക്ടറിയിൽ തന്നെ ഓപ്പൺ ആയിട്ട് വരും. കണ്ടില്ലേ, പ്രൊജക്റ്റ് 1ൽ തന്നെയാണ് ഇപ്പോൾ ഓപ്പൺ ആയത്. നോ കൺഫ്യൂഷൻ്റെ ആവശ്യമേ ഇല്ല. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പ്രൊജക്റ്റ് 1ലേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, എത്ര ഈസിയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാണ്. ഇനി ഞാനിവിടെ പ്രൊജക്റ്റ് 1ൽ വെച്ചിട്ട് കോഡ് എന്ന് മാത്രമേ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, കോഡെന്ന് മാത്രം ടൈപ്പ് ചെയ്ത് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഓപ്പൺ ചെയ്തതുകൊണ്ടെന്നാണ് പ്രൊജക്റ്റ് 1 തന്നെയാണ് വരിക. ഓക്കെ, കോഡ് ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് 1 തന്നെയാണ് വരിക. ഓക്കെ, പ്രൊജക്റ്റ് 1. ഇനിയിപ്പോൾ പ്രൊജക്റ്റ് 2ൽ പോയിട്ട് നമുക്ക് നോക്കാം. എനിക്ക് പ്രൊജക്റ്റ് 2 ആണ് ഓപ്പൺ ആക്കേണ്ടത്. സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് മുഴുവനായിട്ടൊന്ന് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ക്ലോസ് ചെയ്തതിന് ശേഷം പ്രൊജക്റ്റ് 2ൽ വന്നിട്ട് ഇവിടെ CMD കൊടുക്കണം. അഡ്രസ് ബാറിൽ CMD കൊടുക്കണം. CMD പ്രൊജക്റ്റ് 2ലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അവിടെ വെച്ചിട്ട് നമ്മൾ കോഡെന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്കെ, അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഭാഗമാണ്. കോഡ് എന്താണ്, കോഡ് സ്പേസ് ഡോട്ട് അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് എന്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കോഡ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആണല്ലോ, വ്യക്തമായിട്ട് നോക്കാം. കോഡ് മാത്രമാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, കോഡ് മാത്രം. നേരത്തെ നമ്മൾ കൊടുത്ത കോഡ് സ്പേസ് ഡോട്ട് അല്ലെങ്കിൽ കോഡ് സ്പേസ് ഫുൾ സ്റ്റോപ്പ്. ഈ ഫുൾ സ്റ്റോപ്പും ഡോട്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഇനി അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ഫുൾ സ്റ്റോപ്പും ഡോട്ട് സെയിം തന്നെയാണ്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കുന്ന, അതായത് അത്രയ്ക്കും കമ്പ്യൂട്ടർ നോളജ് ജസ്റ്റ് മാത്രമുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് പല രീതിയിലാവാം. ചിലവർ കമ്പ്യൂട്ടർ അത്യാവശ്യത്തിന് ഐഡിയ ഉള്ളവർ പ്രോഗ്രാമിങ്ങിലേക്ക് വരാം, അല്ലാത്തവരും പ്രോഗ്രാമിങ്ങിലേക്ക് വരാം. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ചിലപ്പോൾ ഡോട്ട് എന്താണ് ഫുൾ സ്റ്റോപ്പ് എന്താണെന്നുള്ളതിന് ഐഡിയ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡോട്ട് ഫുൾ സ്റ്റോപ്പ് ബോത്ത് ആർ സെയിം, രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ കോഡെന്ന് മാത്രമായിട്ട് കൊടുക്കുകയാണ്. കോഡെന്ന് മാത്രമായിട്ട് കൊടുത്തു. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത പ്രൊജക്റ്റ്, ലാസ്റ്റ് ഓപ്പൺ ചെയ്ത പ്രൊജക്റ്റ് എന്തായിരുന്നു? ഞാൻ തന്നെ പറഞ്ഞു, പ്രൊജക്റ്റ് 1. ഓക്കെ, ഫൈൻ, പ്രൊജക്റ്റ് 1 ആണ്. അപ്പോൾ പ്രൊജക്റ്റ് 1 ആണ് ഇവിടെ നമുക്ക് കിട്ടുക. ഓക്കെ, കണ്ടില്ലേ, പ്രൊജക്റ്റ് 1 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ഞാനിപ്പോൾ കൊടുത്തത് കോഡ് മാത്രമാണ്. നേരത്തെ ഞാൻ കൊടുത്തത് കോഡ് സ്പേസ് ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, രണ്ടിൻ്റെയും ഡിഫറൻസ് നോക്കണം. സോ ഇവിടെ ഞാനൊന്ന് ക്ലോസ് കൊടുക്കാം. ക്ലോസ് കൊടുത്തതിന് ശേഷം അഗെയിൻ നമ്മൾ കോഡ് സ്പേസ് ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, കോഡ് സ്പേസ് ഫുൾ സ്റ്റോപ്പ്. യെസ്, അടിപൊളി, വി ഗോട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് 2 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായല്ലോ. കോഡ് മാത്രമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് റീസെൻ്റ്ലി യൂസ്ഡ് എന്നാണ് പറയുക. ഏറ്റവും ഫൈനലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത പ്രൊജക്റ്റാണ് കിട്ടുക. കോഡ് സ്പേസ് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? നമ്മളിപ്പോൾ പ്രസൻ്റ് ചെയ്ത ഡയറക്ടറിയിലാണോ ഉള്ളത്, പ്രൊജക്റ്റ് ഡയറക്ടറിയിലാണോ ഉള്ളത്, ആ ഡയറക്ടറി തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 രീതിയാണ് പഠിച്ചത്. ഒന്ന് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫയൽ ഓപ്പൺ മെത്തേഡ്. ഓക്കെ, അതിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷൻ നമ്മൾ അറിഞ്ഞിട്ട് ആ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്തിട്ട് എടുക്കേണ്ടതായിട്ട് വരും. മറ്റൊന്ന് കമാൻഡ് പ്രോംപ്റ്റ് വഴി എടുക്കുന്ന രീതിയാണ്. കമാൻഡ് പ്രോംപ്റ്റ് വഴിയാകുമ്പോൾ നമുക്ക് ടൈപ്പിംഗ് സ്പീഡ് കുറച്ചുകൂടി ഈസിയസ്റ്റ് മെത്തേഡിലേക്ക് മാറ്റാൻ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിൽ ഏതാണോ നമുക്ക് പെർഫെക്റ്റ് അതിന് കണക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, എന്തായാലും 2 മെത്തേഡ് ഈസിയസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷൻ അഡ്രസ് ഐഡിയ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് കോഡ് സ്പേസ് ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഡോട്ട്. അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇനി എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. കോഡ് സ്പേസ് ഡോട്ട്. ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് 2 എന്ന് പറയുന്ന ഡയറക്ടറിയിലേക്കാണ് വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ചെറിയൊരു HTML പ്രോഗ്രാം
അതിൽ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ നോക്കാം. ജസ്റ്റ് റൈറ്റ് ടോപ്പ് സൈഡിൽ നമുക്കറിയാം നമ്മുടെ ക്ലോസ് ബട്ടൺ ഉണ്ട്. അപ്പോൾ ക്ലോസ് ബട്ടൺ കൊടുക്കുക. ക്ലോസ് ബട്ടൺ കൊടുത്തതിന് ശേഷം ഒന്നുകിൽ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ക്ലോസ് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാം, മീൻസ് ക്ലോസ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇവിടെ കമാൻഡ് പ്രോംപ്റ്റിൽ തന്നെ യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു കോഡല്ല കമാൻഡ് ഉണ്ട്, എക്സിറ്റ്. ഇത് ആക്ച്വലി വിഷ്വൽ സ്റ്റുഡിയോ കോഡിന് യൂസ് ചെയ്യാനുള്ള ഒരു കമാൻഡൊന്നുമല്ല, കമാൻഡ് പ്രോംപ്റ്റിലുള്ള നമ്മുടെ വിൻഡോസ് മെഷീനിലുള്ള ഒരു സിസ്റ്റമാണ് ഈ എക്സിറ്റ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. കോഡ് സ്പേസ് ഡോട്ട് എന്ന് പറയുന്നത് നോർമലി നമുക്ക് VS കോഡിന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. എക്സിറ്റ് ഓൾറെഡി നമ്മുടെ OSൽ പ്രീ ഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ പ്രീ ഡിഫൈൻഡ് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ്സ് റെഡി. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത്, നമുക്ക് പ്രൊജക്റ്റിൽ നമ്മളിവിടെ അഡ്രസ് ബാറിൽ CMD ടൈപ്പ് ചെയ്യുന്നതിന് പകരം CMD ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ സ്ക്രീനിൽ തന്നെ ജസ്റ്റ് ഒന്ന് കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക, മൗസിൻ്റെ റൈറ്റ് ഏറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്പൺ പവർഷൽ വിൻഡോ ഹിയർ ഇതും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പവർഷൽ വിൻഡോ ഹിയർ അത് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഏറ്റവും കൂടുതലായിട്ടും പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്യപ്പെടുന്ന കാണാറ് CMD ആണ്. ഓക്കെ, അഡ്രസ് ബാറിൽ CMD ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതികളിലാണ് കൂടുതലായിട്ട് നമ്മൾ VS കോഡുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ VS കോഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനും അപ്ഡേറ്റ്സിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ.